മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലുണ്ട്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. കൂടാതെ ഹോളി ഗ്രേസിലെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക ജിഷ ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ടീച്ചർ. സിസ്റ്റർ, സന്തുഷ്ടമായ കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. നമ്മൾ പലതരത്തിലുള്ള മാനസിക വെല്ലുവിളികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് നമുക്ക് വിവാഹ ജീവിതവും മാനസികാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്താലോ? വളരെ നല്ല ആനുകാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് വിവാഹ ജീവിതവും നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ ആരോഗ്യം കെട്ടുറപ്പ് എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള മാനസിക ഐക്യവും അവരുടെ ഒരു സുസ്ഥിതിയും ഒക്കെയാണ്. ഇവിടെ സാധാരണയായിട്ട് നമ്മൾ കേസസ് ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക പരമായിട്ടുള്ളൊരു സമ്മർദ്ദം അല്ല വെല്ലുവിളികൾ എന്ന് പറയുന്നത് ചില സഹനങ്ങളാണ്, ചില വേദനകളാണ്. ഓക്കെ, അപ്പം നമുക്കതിനെ ഒരു 3 തരത്തിലായിട്ട് തിരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആദ്യത്തെ ഒരു സഹനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. അതായത് നമുക്കതിനെ എടുത്ത് മാറ്റാൻ സാധിക്കില്ല, മറിച്ച് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ജീവിത നന്മയ്ക്ക് വേണ്ടിയിട്ടോ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സഹനങ്ങൾ, അത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചേ സാധിക്കുകയുള്ളൂ. അതും അത് ദൈവികമായിട്ടുള്ളൊരു ഇടപെടലാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കുന്നു. രണ്ടാമത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് വ്യക്തിപരമായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ 2 വ്യക്തികൾ, പ്രധാനപ്പെട്ട 2 വ്യക്തികൾ എന്ന് പറയുന്നത് ദമ്പതികളാണ്, ഭാര്യയും ഭർത്താവും. ഇവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, ഐക്യമില്ലായ്മ, സ്നേഹമില്ലായ്മ, ഇതുമൂലം 2 കൂട്ടരും സഫർ ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു സഫറിങ് തലമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻട്രാ പേഴ്സണലാണ്. അതായത് അവനവനിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം, സമ്മർദ്ദങ്ങൾ മൂലം, അത് ചിലപ്പോൾ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകളാകാം, അല്ലെങ്കിൽ മനോഭാവങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ മൂലമാവാം, അല്ലെ ചിന്താരീതിയിൽ ഉണ്ടായിരിക്കുന്ന ചില തെറ്റുകൾ മൂലമാവാം. അപ്പോൾ അതുമൂലം ഞാൻ തന്നെ സഫർ ചെയ്യുന്നു, അതായത് അതേ വ്യക്തി തന്നെ സഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു സന്തുഷ്ടമായ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളെയും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും മുന്നോട്ട് വെച്ചുകൊണ്ടും ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടും വേണം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദമില്ലാതെ ഒരു സുസ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനെന്നാണ് തോന്നുന്നത്. സിസ്റ്ററെ, സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, വിവാഹമൊക്കെ കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാളുകൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കാം? കൂടുതലും നമ്മൾ കണ്ടുവരുന്ന റീസൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡീസിലൂടെ ആണെങ്കിലും അല്ലെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സെൻസിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അതായത് പരസ്പരം അവർക്ക് കാര്യങ്ങൾ ആശയവിനിമയം വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥയാണ് കൂടുതലും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യകാലങ്ങളിലൊരു സന്തോഷം എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്കതിനൊരു ഉപരിപ്ലവമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസിഷൻ സംഭവിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു സെൻസിറ്റിവിറ്റി, അപ്പോൾ അതിൽ വളരെയേറെ ഹാപ്പി ആയിരിക്കാം. കൂടുതൽ അവർ 2 പേരും തമ്മിൽ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിരിക്കും. പക്ഷേ മുന്നോട്ട് പോകുന്തോറും ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം
എനിക്ക് തോന്നുന്നു കുടുംബജീവിതമൊക്കെ നയിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഒരു എക്സാമ്പിൾ തന്നെയല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുടെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സാറിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും കഴിഞ്ഞ 31 കൊല്ലമായിട്ട് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അധ്യാപകനാണ്, അതിനൊപ്പം ഒരു പ്രിൻസിപ്പൾ കൂടി ആയിരുന്നു 24 കൊല്ലമായിട്ട്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതിൻ്റെ കണക്ട് ചെയ്ത് പറയാമെങ്കിൽ, അതായത് ഈ മറക്കാനും പൊറുക്കാനും പറ്റുന്ന ഒരു ക്വാളിറ്റി അത് നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ ഈ വീടുകളിലുണ്ടാകുന്ന കുടുംബങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ ക്ലാസ് റൂമിലും കാണുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഇപ്പം ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു LKG തലത്തിൽ പോലും ബ്രോക്കൺ ഫാമിലി എന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പം അവരുടെ ആ ബിഹേവിയറൊക്കെ ക്ലാസ്സിലൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് അത് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു സന്തുഷ്ടമായ കുടുംബം ആണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ശക്തമായ അടിത്തറ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെയും അത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അടിത്തറ അതാണ്. അപ്പോൾ ഒരു ഹാപ്പി ഫാമിലി, കണ്ടന്റഡ് ഫാമിലി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിലേക്കാണ് നമ്മുടെയൊക്കെ കുട്ടികളെ നയിക്കേണ്ടതും. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ കുട്ടികളായിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനായിട്ട് കുടുംബത്തിലെ പരസ്പര വിശ്വാസം എങ്ങനെ നിലനിർത്താം, അതൊക്കെ അവർ ദമ്പതികൾ മാത്രം വിചാരിച്ചാൽ മാത്രം അവരുടെ കുടുംബജീവിതം സന്തുഷ്ടമായി പോകണമെന്നില്ല. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കുടുംബം കെട്ടിപ്പടുക്കാനായിട്ട് ദമ്പതികളുണ്ട്, അതായത് ഭാര്യയും ഭർത്താവുമുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട, അപ്പോൾ ഒരു കുടുംബത്തിന്റെ നെടും തൂണായിട്ടാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കെട്ടിടം പണിയുമ്പോൾ നമുക്ക് 2 തൂണുകൾ മാത്രം പോരാ. ആ തൂണുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭിത്തി ഉണ്ടാവണം, ആ ഭിത്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള സീലിംഗ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ സ്ട്രക്ചർ പോകേണ്ടത്. ഇത് തന്നെയാണ് കുടുംബത്തിലും സംഭവിക്കേണ്ടത്. അപ്പോൾ ഈ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൂട്ടരുടെയും ഉണ്ട്. അപ്പോൾ പലപ്പോഴും വിവാഹ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ദമ്പതികൾ വരുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, സാറ് പറഞ്ഞതുപോലെ ഈ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരാണ് ദമ്പതികൾ എങ്കിൽ പോലും ചിലപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ പലപ്പോഴും ഭാര്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ചിലതൊക്കെ തെറ്റാണ് എന്ന് തോന്നിയാൽ പോലും ഈ ഒരു വിവാഹബന്ധത്തിലായിരിക്കുമ്പോൾ അവരൊരിക്കലും സ്വന്തം മകളെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനോ തയ്യാറാവില്ല. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും ജിഷു ടീച്ചറിന് എന്തോ പറയാനുണ്ട്. സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത, ഈ വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഹസ്ബൻഡ് എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ വൈഫ് തീർച്ചയായിട്ടും കാണണം. അത്രയും ഒരു സ്ഥാനം മാതാപിതാക്കൾക്കും മറ്റുള്ള സഹോദരങ്ങൾക്കും അല്ലെ കുടുംബത്തിലെ അംഗങ്ങൾക്കും കൊടുക്കേണ്ട ഒരു കടമയുണ്ട്. പക്ഷേ മറിച്ചാണ് സ്ഥിതി. ചില കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ വൈഫിൻ്റെ കുടുംബവും ഹസ്ബൻഡിൻ്റെ കുടുംബമാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. പരസ്പരം ഒരു ധാരണയിലെത്താനായിട്ട് അവർക്ക് പറ്റാറില്ല. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ബാക്കിയാണ്. ആദ്യത്തെ കുറച്ച് നാളുകൾ ഹസ്ബൻഡും വൈഫും അവരുടെ നന്മകൾ മാത്രമേ കാണുള്ളൂ. കുറച്ച് നാളുകൾ കഴിയുമ്പോഴായിരിക്കും കുറ്റങ്ങളൊക്കെ കണ്ടെത്തുക. അപ്പോൾ ഈ നന്മകൾ എപ്പോഴും ഈ നന്മകൾ തന്നെ, കുറ്റങ്ങളൊക്കെ മനുഷ്യനാണ്, ഒരു ഹ്യൂമൻ ലൈഫിൽ എപ്പോഴും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എപ്പോഴും ആ ഒരു ബെറ്റർ ഹാഫിൻ്റെ നന്മകളെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു മൈനസിനെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. അവിടെയാണ് ഈ ട്രസ്റ്റിന്റെ ഒക്കെ ഒരു വലിയൊരു വാല്യൂ വരുന്നത്. കാരണം പരസ്പരം വിശ്വസ്തതയും വിശ്വാസവും നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ന്യൂ ജെൻ ട്രെൻഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, മറ്റു മീഡിയകൾ കൂടുതലായിട്ട് വരുന്നു. നമുക്കൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ പോകുന്നു. നമുക്കൊരു ആക്റ്റീവ് ഫേസിനേക്കാൾ കൂടുതൽ പാസീവ് ഫേസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആൻഡ് പ്ലഷർ സീക്കിംഗ് ഒക്കെ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡിന് വൈഫിന് ഹസ്ബൻഡിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. അത് ഒരു പേഴ്സണൽ വാല്യൂ ആണ്. ഇപ്പോൾ എത്ര തന്നെ ദൂരെയായാലും പലപ്പോഴും
ഈ വിവാഹമോചന കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും പറയുന്നത്, സിസ്റ്റർ ഞാനൊരു 1 മന്ത് ഇല്ലായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഈ 1 മന്ത് ഞങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പ് പെട്ടെന്ന് വേറൊരാൾ വന്ന് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ പരസ്പരം ഒന്ന് ഇട്ടിട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ മടി എന്ന് വെച്ചാൽ പ്രശ്നമാകുന്നു. അത് തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ഒരു ഡിജിറ്റൽ ലോകത്തിലാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുട്ടികളുടെ ഇടയിലും പേരൻസിൻ്റെ ഇടയിലും ഈ റിയൽ ലൈഫും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാതാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് 1 മിനിറ്റിൽ താഴെയുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ റിയൽ ലൈഫ് പറയുമ്പോഴത്തേക്ക് ആ 1 മിനിറ്റിൽ ഒരു പൂർണ്ണത ഒന്നിനും കിട്ടുന്നില്ല. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാറ്റിസ്ഫാക്ഷനും പ്ലഷറും ഒക്കെ 1 മിനിറ്റിലും അല്ലെ 2 മിനിറ്റിലും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ജീവിതത്തെ വേറൊരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ പറഞ്ഞ ഒരു ഈ സഹനവും കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞല്ലോ, അത് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് വളരെ കുറവാണ്. അതായത് സഹിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി അത് തീരെ കുറവാണ്. സാക്രിഫൈസ് ചെയ്യാനുള്ള ആ ക്വാളിറ്റി വളരെ കുറവാണ്. അതായത് ഞാനൊരു അനുഭവം പറയാം. അതായത് സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വന്ന ഒരു കുട്ടി 11th മൊബൈൽ ഹോസ്റ്റലിൽ ഉപയോഗിക്കണമെന്ന് കുട്ടി ശാഠ്യം പിടിച്ചു. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ റൂൾ അനുസരിച്ച് അത് പറ്റുകയില്ല, നമ്മൾ ഈ ഒരു 2 കൊല്ലത്തേക്കൊന്ന് സാക്രിഫൈസ് ചെയ്യേ. അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഫാദറും മദറും ഉണ്ട്, അവർ സമൂഹത്തിലെ വളരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന 2 പേരൻസാണ്. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, പഠിക്കാൻ വളരെ മിടുക്കിയാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ സാക്രിഫൈസ് മൈ 2 years? എൻ്റെ 2 കൊല്ലം ഞാൻ എന്തിന് സഹിക്കണം? അപ്പോൾ ഇത് ഒരു വളരെ എനിക്ക് എന്നെ കണ്ണു തുറപ്പിച്ച ഒരു ചോദ്യമാണത്. അതിന് വില്ലിങ് അല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത. ഇതാണ് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ യുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും അതിലേക്ക് ആകുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അതിലേക്ക് ജനിച്ചു വന്നു, ഒരു യങ് ജനറേഷൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് വളരെയേറെ കുടുംബജീവിതത്തെ, പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തെയൊക്കെ ഇങ്ങനെ ഉലയ്ക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുക, ഇപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാ രക്തബന്ധങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് രക്തബന്ധമില്ലാത്ത 2 വ്യക്തികളുടെ ബന്ധമാണ്. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രമാത്രം ദൈവം തിരഞ്ഞെടുത്തു കൊടുക്കുന്നതാണ്. അവരിലൂടെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ രക്തബന്ധങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ രക്തബന്ധമില്ലാത്ത ഇവർ തമ്മിൽ നല്ല സഹകരണത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, പരസ്പര പൂരകമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന വിട്ടുവീഴ്ച മനസ്ഥിതി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് യോജിച്ചു പോകാനായിട്ട് സാധിക്കും എന്നൊരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോഴൊക്കെ ഞാൻ ഈ കപ്പിൾ തെറാപ്പി എടുക്കുമ്പോൾ മനസ്സിലായിരിക്കുന്ന കാര്യം, അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെ ഓക്കെയാണ്. ഒരു പ്രശ്നം ഉണ്ടായി, ഓക്കെ, അത് നമ്മൾ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, അവരതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോമിനേറ്റഡ് ആയിട്ട് ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവരുടെ കൊളീഗ്സ് വരുവാണ്. അപ്പം അവരാണ് പിന്നെ വില്ലന്മാര്. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത്? അതായത് കുറച്ച് നമ്മൾ പറയുന്ന സോക്കോൾഡ് ഇസ്റ്റ് രീതിയിലുള്ളവർ, ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ആയിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രീഡമിസ്റ്റ് ആയിട്ടായിരിക്കാം. അപ്പം ഇങ്ങനെ ഉള്ളവർ വന്നിട്ട് ഇവരുടെ ഈ ഒരു ചിന്താഗതിയെ ഡൈവേർട്ട് ചെയ്യുവാണ്, ഡയലൂട്ട് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇവർ തമ്മിലുള്ള ആ ബന്ധത്തെ ഉലയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക, ഒരു മച്ചോറായി ഒരു പുരുഷനും സ്ത്രീയുമാണ് വിവാഹ ബന്ധത്തിലേക്ക് വരുന്നത്. ജീവിക്കാൻ അവർക്കറിയാം. പിന്നെ ചില ഫീഡ്ബാക്കുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, സപ്പോർട്ടീവായിട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മേക്കർ ആയിട്ട് മറ്റുള്ളവർ വരാൻ പാടില്ല. അത് ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അത്യാവശ്യമാണല്ലേ? പരസ്പരം ഇവരുടെ കുറവുകളും തെറ്റുകളും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പരസ്പരമുള്ള ഒരു സംസാരിക്കാനുള്ള ഒരു സമയം അത് അത്യാവശ്യമാണല്ലേ? ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ചില കേസുകൾ വരുമ്പോഴത്തേക്കും സാധാരണ ഇപ്പം ഭാര്യമാരാണെങ്കിൽ പറയും, സിസ്റ്ററെ ആദ്യകാലങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം സമയമുണ്ടായിരുന്നു, ഇപ്പം കുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നു, പക്ഷേ
എന്നെ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. അതായത് ജീവിത പങ്കാളി ഒരു വാക്വം ഫീലിങ്ങിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, അവർ ജീവിതം ആരംഭിച്ചു, കുട്ടികൾ ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയുള്ളൊരു കുടുംബജീവിതം ഉണ്ടെന്ന് ഓർത്തിട്ട് അവിടെ പങ്കാളിയെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. അത് എനിക്ക് തോന്നുന്നത് സിസ്റ്റർ, അതിനകത്തൊരു ഇൻക്ലൂസീവ് അപ്രോച്ചാണ് അവിടെ വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് 3 പേര് അല്ലെ 4 പേര് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അല്ല ഒരാളെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗ് പറഞ്ഞ പോലെ ഉണ്ടാകാൻ പാടില്ല താനും. തിരിച്ചിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യം കൊടുക്കുന്നുണ്ട്, സ്നേഹമുണ്ട്, കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജീവിത പങ്കാളിക്ക് മേ ബി ചിലപ്പോൾ ഹസ്ബൻഡിനോടായിരിക്കാം അല്ലെ വൈഫിനോടായിരിക്കാം ഒന്ന് കഴിച്ചോ എന്ന് ചോദിക്കാനോ അല്ലെ ഒന്ന് വിളമ്പി കൊടുക്കാനോ. ഇവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് സാധാരണയായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറഞ്ഞു, സിസ്റ്റർ ഇവളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, എത്ര നാളായി ഇവൾ എനിക്കൊന്ന് ഭക്ഷണം വിളമ്പി തന്നിട്ട്. അതേപോലെ ഞാൻ കാണുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഈ 15 വയസ്സുള്ള കുട്ടിക്കും ഇവള് വാരി കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇടയ്ക്ക് വന്ന് വന്നിരിക്കാനോ എന്നോടൊന്ന് ചോദിക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫുൾ ടൈം മക്കളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോകുമ്പോൾ എൻ്റെ സ്ഥാനം അവിടെ എന്താ? ഇവർക്ക് മാത്രമായിട്ടുള്ള ചില സമയങ്ങൾ അത്യാവശ്യമാണ് ജീവിതത്തിന്, അല്ലേ? നമ്മൾ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് മേ ബി ചിലപ്പോൾ പറയുമായിരിക്കാം, എൻ്റെ വീട്ടിൽ നിൽക്കുമ്പം എൻ്റെ അമ്മച്ചിയുണ്ട്, ചാച്ചനുണ്ട്, അപ്പം ഞാൻ എങ്ങനെയാണ് നിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു കപ്പിൾ തെറാപ്പിയിൽ സെഷനിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു, ചാച്ചനും അമ്മയും കൂടി ഇരുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ആ ഒരു കാലഘട്ടമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സൊസൈറ്റി, മീഡിയ, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരുന്നത് കുറച്ചുകൂടി എക്സ്പ്രസീവായിട്ട്, ലവ് എക്സ്പ്രഷൻ അത് കുറച്ചും കൂടിയൊക്കെ വിസിബിളായിട്ട് വേണ്ടൊരു കാലഘട്ടമാണ്. ഇപ്പം ഒരു സിനിമാറ്റിക് ലൈഫോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും ഈ പാർട്ട്നേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അവരൊന്ന് ഇവൻ മുഖത്ത് പോലും നോക്കാത്ത പലരും ഉണ്ട്. അപ്പം ഇതിന് മുൻപുള്ള ചില എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു, അറ്റ്ലീസ്റ്റ് മുഖത്ത് നോക്കുന്ന ചിരിക്കുക ചിലപ്പോൾ പല പ്രശ്നങ്ങളെയും അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ക്വാളിറ്റി ടൈം, സാറ് പറഞ്ഞ പോലെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇപ്പം വീട്ടുകാരെ മാറ്റി നിർത്താൻ പറ്റില്ല, അമ്മയെ അച്ഛനെ മാറ്റി നിർത്താൻ പറ്റില്ല, കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല, സഹോദരങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കണം, അത് എക്സ്പ്രസ് ചെയ്യണം. ചെയ്തേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാനായിട്ട്. ഇവരുടെ സാധാരണ ഇങ്ങനെ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ സോൾവ് ആകും, അല്ലേ? ഇപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ വൈഫ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് അവർക്ക് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും പരസ്പരം, അല്ലേ? ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഹസ്ബൻഡിന് പറയാം, ഇപ്പോൾ വൈഫ് ചിലപ്പോൾ ഏതെങ്കിലും ഏരിയാസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നീ അതൊന്നും കാര്യമാക്കണ്ട, ഒരു ആശ്വാസവാക്ക്, അല്ലെങ്കിൽ ഇവർ തമ്മിലൊന്ന് ഓപ്പണപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പക്ഷേ അതല്ല സംഭവിക്കുന്നത് ചില കുടുംബങ്ങളിൽ. ചിലയിടത്തൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് വൈഫ് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കും, അത് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യില്ല, അതിങ്ങനെ മനസ്സിൽ വെച്ച് അതൊരു ഭാരമായി കൊണ്ട് നടന്നിട്ട് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊരു വഴക്കായിട്ട് മാറും. അപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? അങ്ങനെയൊക്കെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂലം പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പരസ്പരം ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. ഞാനത് സിസ്റ്റർ അത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിത്രം, ഞാൻ സ്കൂളിലെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഈ ഒരു 4 വയസ്സുള്ള കുട്ടി LKGയിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് പോലും ഞാൻ പേരൻസുമായിട്ട് ഇത് പലപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്.
ഒരുപാട് കുട്ടികളുണ്ട് ശരിക്കൊരു ഓപ്പൺ സ്മൈല് പോലും തരാൻ പറ്റാത്ത കുട്ടികൾ. ഒരു ഇന്നസെൻസ് നമ്മൾ കുട്ടികളാക്കി നിർത്തുന്നത് അവരുടെ ആ ഇന്നസെൻസ് ആണ്, നിഷ്കളങ്കതയാണ്. അത് ഒരു പരിധി വരെ നമ്മൾ ആ ചിരിയിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലും പറ്റാതെ വരുന്ന കുട്ടികൾ പലതുമുണ്ട്. ആ കുട്ടികൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ ഫാമിലി അറ്റ്മോസ്ഫിയർ എന്തോ ആണെന്ന് നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പം വാല്യൂ എഡ്യൂക്കേഷൻ സെഷൻസ് ഞാൻ കുട്ടികൾക്ക് 10th കുട്ടികൾക്കെല്ലാം ഞാനാണ് അവിടെ കൊടുക്കുന്നത്. 6 ഡിവിഷനിൽ ഞാൻ എടുക്കുന്നുണ്ട്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരു സെഷൻ വെച്ച്. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ആ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ക്ലാസ്സിൽ തന്നെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ശരിക്കും ഒരു ഓപ്പൺ സ്മൈല് തരാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അത് മേളത്തെ ക്ലാസ് തൊട്ട് താഴത്തെ ക്ലാസ് വരെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ക്ലാസ് റൂമിൽ നമ്മൾ കാണുന്നത്. ഓക്കെ. ഒരു പ്രാവശ്യം ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. അതായത് ഒരു 25 ജൂബിലിയറിയൻസിന് വേണ്ടിയിട്ട്, കപ്പിൾ ജൂബിലിയറിയൻസ് ആണ്, അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് എടുക്കുന്നൊരു സമയത്ത് അപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഫസറുമായിട്ട് സംസാരിച്ചു. ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ് സാറേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ടോപ്പിക്കൊക്കെ ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സാർ എന്നോട് പറഞ്ഞത്, ജസ്റ്റ് ഒരു സയൻറ്റിഫിക് സ്റ്റഡീസും ഒരു തിയറീസും പറയേണ്ട, നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു സ്മൈൽ, അതുപോലെ തന്നെ ഒരു എംബ്രൈസിങ്, ഹഗ്, അല്ലെങ്കിൽ ഒന്ന് അതായത് ജീവിത പങ്കാളിയെ ഒന്ന് അടുത്തിരുത്താനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ജീവിത പങ്കാളി ഒന്ന് ടച്ച് ചെയ്യാൻ, ഒരു ബോഡി ടച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ കടന്നു വരുമ്പോഴത്തേക്കും നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു വിവാഹ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്നത്. ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ഈ പരസ്പര വിശ്വാസ്യതയും ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ പറയുന്ന ഒരു സ്ലിപ്പേജ് ആയിട്ടുള്ളൊരു ഏജാണ്. അതായത് സ്ലിപ്പറി ഏജ് എന്ന് നമ്മൾ പറയും. ചില കാര്യങ്ങളിലേക്ക് വഴുതി പോകാനുള്ള അവസ്ഥകൾ ഒത്തിരിയേറെ ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ മീഡിയ ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ റീയൂണിയനുകളെല്ലാം ചിലപ്പോൾ ഈ വിശ്വസ്തതയെ അതിലംഘിക്കുന്ന രീതിയിലുള്ള ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലും ഒരു ആത്മീയത നമ്മുടെ ഇതിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ ഒരു ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് നൽകിയതാണ്, ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഇതിനപ്പുറത്തേക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ തന്നെ കൂടുതൽ കൺവിക്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ പറയുന്ന ഒരു ഫേക്ക് റിലേഷൻഷിപ്പുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതിലേക്ക് വഴുതി പോകാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു വിശ്വസ്തത, ദൈവത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പം ഇവിടെ ഈ ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പറയുമ്പം സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞ ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ, ഒരുമിച്ചൊന്ന് പുറത്തു പോകാനൊക്കെയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ ഒത്തിരിയേറെ ശക്തമായ ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ഒരു വിവാഹ ജീവിതത്തിലെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റർ ഇപ്പോൾ വിശ്വസ്തതയുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. അവർ മാരേജ് കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. പക്ഷേ വൈഫിന് ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് വേറൊരു ഫീലിംഗ് ആണ്. അത് റീസൺ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഹസ്ബൻഡ് എപ്പോഴും ദേഷ്യപ്പെടുന്നു, എല്ലാ കാര്യത്തിനും വഴക്ക് പറയുന്നു, സ്നേഹം കാണിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇതൊന്നും ഹസ്ബൻഡ് അറിയുന്നില്ല. ഫൈനലി ആളത് കണ്ടെത്തും ചെയ്തു. പിന്നീട് അത് കുടുംബത്തിൽ അറിഞ്ഞു. പിന്നീട് അതൊരു വലിയൊരു പ്രശ്നമായി. പിന്നെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് തിരിച്ചൊരു ലൈഫിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇവരുടെ ഇടയിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിലും വൈഫിന് ഇങ്ങനത്തെ ഒരു ഇടക്കാലത്ത് വെച്ച് വന്ന മാറ്റം കൊണ്ട് ഇപ്പോഴും ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരിക്കലും ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായെന്ന് സമ്മതിക്കുന്നില്ല. അത് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് എന്നോട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ശരിക്കും പറഞ്ഞ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ലൈഫ് നമ്മൾ ഒറ്റ തവണ നമ്മൾ എടുക്കുന്ന ലൈഫിൽ എന്തുമാത്രം വിശ്വസ്തത പുലർത്തണമെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി അല്ല, ദൈവത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ബോധിപ്പിക്കുമ്പോൾ അതിനോട് യെസ് പറയാനുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും നമുക്കുണ്ട് അല്ലേ. അത് പറഞ്ഞു കൊടുക്കാൻ പാരൻസും ഈ കുട്ടിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായില്ലെങ്കിൽ പാരൻസിനെ
ചിലപ്പോൾ മനസ്സിലാവും. അവരൊന്ന് ഗൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കൺമുൻപിൽ കാണുകയാണ്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഒരു ഏകദേശം 10-17 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിലെ കുടുംബജീവിതം അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസ് പോലെയല്ല ഇപ്പോൾ കൂടുതലും മെജോറിറ്റി എന്ന് തന്നെ പറയാം എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഒത്തിരി ഉള്ളൊരു കാലഘട്ടമാണ്. ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ചീറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഈ ഒരു വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിററിൽ സ്ക്രാച്ച് ചെയ്യുന്നത് പോലെയാണ്. ആ ഒരൊറ്റ സ്ക്രാച്ച് അതവിടെ തന്നെ ഉണ്ടാകും, തൂത്താലും തുടച്ചാലും പോവില്ല. അപ്പൊ ഈ മനസ്സിൽ മറ്റൊരാളെ കുറിച്ചുള്ള ആ ഒരു നിഗമനം അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊരു കാര്യം ചിന്നിച്ചെതറി കിടക്കുമ്പോൾ സ്നേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷന് അല്ലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിക്കും ആ ഒരു മനസ്സിന്റെ പൂർണ്ണതയ്ക്കൊക്കെ ഒത്തിരി വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ വിശ്വസ്തത എൻ്റെയും കൂടി കയ്യിലാണ് എന്ന് പരസ്പരം മനസ്സിലാക്കണം. അപ്പം ഒരാളെ ജീവിക്കാൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പരിപാവനമായിട്ട് നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി നമുക്ക് ഉണ്ടാകേണ്ടതാണ്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാറിനും ജിഷ ടീച്ചർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.